പുലിഭീതിയിൽ കൊല്ലം പത്തനാപുരം. കഴിഞ്ഞ ദിവസം കറവൂരിൽ പശുവിനെ കൊന്നത് പുലി തന്നെ എന്ന പ്രദേശവാസികൾ. വാലുതുണ്ട് സ്വദേശി ബിജുവിന്റെ രണ്ടാമത്തെ പശുവിനെയാണ് നഷ്ടപ്പെടുന്നത്. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനാപുരത്തെ പുലിഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കറവൂരിൽ പശുവിനെ വന്യമൃഗം ആക്രമിച്ചു കൊല്ലുന്നത്. അത് പുലി തന്നെയാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ക്ഷീരകർഷകനായിട്ടുള്ള ബിജു ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പശുവിനെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആക്രമിച്ചു കൊന്നിരിക്കുന്നത്. നേരത്തെയും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് രണ്ടാമതാണ് ചാവുന്നത്. 4 പ്രാവശ്യം ഇവിടെ പുലി വന്ന് പിടിച്ചിട്ടുണ്ട് പശുക്കളെ. 2 പ്രാവശ്യം കിടാക്കളായിരുന്നു. അത് രക്ഷപ്പെട്ട് ആശുപത്രി കൊണ്ട് ചികിത്സിച്ച് രക്ഷപ്പെട്ടു. ഇതിനു മുമ്പ് ഒരെണ്ണത്തിനെ കടിച്ചു കൊന്ന് പകുതി ഭക്ഷിച്ച്. ഇപ്പോൾ ഇന്നലെ തിന്നില്ല, കടിച്ചു കറക്കുന്ന പശുവായിരുന്നു. 1.5 മാസം ആയതുകൊണ്ട് പ്രസവിച്ചിട്ട് അതിനെ ഇന്നലെ കഴുത്തിന് പിടിച്ച് കൊന്നത്. ഇത് പുലി തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പുണ്ടോ? അങ്ങനെയാണ് ഉറപ്പുണ്ട്. പുലിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു CC ക്യാമറയിൽ പുലിയെ പതിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം കാണുകയും ചെയ്തു. അതുകൊണ്ട് പുലി തന്നെയാണെന്ന്. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളൊക്കെ ഇപ്പോൾ രാത്രിയൊക്കെ വെളിയിലിറങ്ങാൻ ഒരു പേടിയുണ്ട്. എല്ലാവർക്കും പേടിയാണ്. രാത്രി വെളിയിൽ ഇറങ്ങത്തില്ല. ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാ കിടക്കുന്നത് തന്നെ. വെളി ലൈറ്റ് ഇട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. പിന്നെ കന്നാലി വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ മുറ്റത്തിറങ്ങി ഇന്ന് ലൈറ്റ് എടുക്കുകയും ചെയ്യും. നിങ്ങളോട് ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ കന്നുകാലികളെ വളർത്തുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി? വലിയ ആശങ്കയാണ്. ആശങ്കയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കന്നാലിയൊക്കെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത്? നമ്മൾ ഈ കാര്യം അവരുടെ മുന്നിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യമൊക്കെ നിരന്തരം നമ്മൾ വിളിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അവർ വിളിച്ച് പറയുമ്പോൾ അവരിവിടെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇവിടെ പുലി വന്നിടത്ത് പടക്കമൊക്കെ പൊട്ടിച്ച് രാത്രി അവർ 10-11 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരെപ്പോൾ പോയെന്നറിയത്തില്ല. പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആശങ്കയിൽ തന്നെ തുടരുകയാണ്. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉണ്ട്, രാത്രിയിലെല്ലാം ഇവിടെ കറങ്ങുന്നുണ്ട്, പെട്രോളിംഗ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അവർ ധൈര്യത്തിലൊക്കെ നമ്മളിവിടെ കിടക്കുന്നത്. എന്തായാലും ആ ഒരു ഭീതി ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇവിടെയുള്ള നാട്ടുകാർ കൂടെ ചേരുകയാണ്. എന്തായാലും പണ്ടൊന്നും ഇല്ലാത്ത സംഭവം എന്ന് പറയാൻ പറ്റുമോ? അതായത് മുമ്പ് ഇത്തരത്തിലൊരു ഈ ഒരു ഭീഷണി ഉണ്ടായിരുന്നോ വന്യമൃഗങ്ങൾ? കഴിഞ്ഞ ഏകദേശം ഒരു വർഷമാണ് ഏറ്റവും ഭീകരാവസ്ഥയിലേക്ക് നമ്മൾ വന്യജീവി നാട്ടിലിറങ്ങി തുടങ്ങിയിട്ടുള്ളത്. പല സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ഒരു പെരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ടത്തിന് പെരുകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ആനയായാലും പിന്നെ കാട്ടുപോത്തായാലും അതുപോലെ തന്നെ പന്നിയാണെങ്കിലും ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി ശല്യം ചെയ്യുന്ന തരത്തിലേക്കാണ്. ഇപ്പോൾ ഇതൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ജനങ്ങൾ ജീവിക്കുന്ന കൃഷി കൊണ്ട് മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു കൃഷിയും ആൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. അത് ആന ശല്യമായാലും പന്നിയായാലും കുരങ്ങായാലും മയിലായാലും അതുപോലെ തന്നെ പിന്നെ ബ്ലാവായാലും ഇത്തരത്തിലുള്ള എല്ലാ വന്യജീവികളും ഇപ്പോൾ നാട്ടിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അവർ കൃഷി ഉപയോഗിച്ച് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകെ ബദലായി കണ്ടുപിടിച്ചത് ഈ ക്ഷീര കർഷക രംഗത്തേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ആ ക്ഷീര കർഷകരെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം നേരിടുന്നത്. അവരുടെ പശുക്കളെ പുലി പിടിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതിൽ പുലിപ്പയുടെ പ്രശ്നം വെച്ചാൽ ആനയും പുലി ഇതെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്ക് രാവിലെ തോട്ടം തൊഴിലാളിക്ക് തോട്ടത്തിൽ പോകാൻ കഴിയുന്നില്ല, തോട്ടം ടാപ്പിങ്ങിന് പോകാൻ കഴിയുന്നില്ല, കൃഷി സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് രാവിലെ സ്കൂളുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ഭീകരമായ അവസ്ഥ നിൽക്കുകയാണ്. ഒന്ന്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടുണ്ടാകുകയും ഇത് കിടങ്ങ് ഉൾപ്പെടെ തീരുമാനിക്കുകയും കൂട് വെക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയത്തുള്ളൂ. അക്കാര്യത്തിൽ ഇവിടുത്തെ MP അടക്കമുള്ള ആളുകളുടെ ഒരു പങ്ക് യാതൊരു തരത്തിലോട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം കൂടെ ഈ നാട്ടിൽ നിൽക്കുന്നുണ്ട്. തീർച്ചയായും ജനപ്രതിനിധികളായിട്ടുള്ളവരൊന്നും ഈ കാര്യത്തിൽ കൂടുതൽ ഗൗരവമായി ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതിയും കൂടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഈ നാട്ടിൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വലിയ ഭയമാണ് എല്ലാവർക്കും ഭയമാണ്. ഇവിടെ മൊത്തം കൃഷിക്കാരാണല്ലോ മൊത്തത്തിലുള്ളത്. ആ കർഷകർ കൃഷിയിടങ്ങളിലുള്ള പരിപാടി നിർത്തിവെച്ചു. ഇപ്പോൾ അതിനുശേഷമായി ക്ഷീര കർഷകരായിട്ട് മാറുന്നത്. നമ്മുടെ സംഘത്തിലെ ഏറ്റവും കൂടുതൽ പാല് അളക്കുന്ന ആളാണ് ഈ ബിജു. ആ ബിജുവിനാണ് ഇപ്പം 2-3 പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കറക്കുന്ന ഒരു പശുവിൻ്റെ ആണ് ഈ പിടിച്ചിരിക്കുന്നത്. അതിന് എന്താണെന്ന് വെച്ചാൽ വേണ്ട കൈകാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഈ ഒരു പ്രദേശത്ത്, അതായത് മാസങ്ങൾക്ക് മുൻപാണ് കെണി വെച്ച് ഒരു പുലിയെ പിടികൂടിയിട്ടുള്ളത്. അതിനുശേഷവും ഇത്തരത്തിൽ പുലി ഭീതി അങ്ങനെ തുടരുകയാണ്. ഇനിയും കൂടുതൽ പുലികൾ ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഉള്ളത്. എന്തായാലും വനംവകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ പുലിയുണ്ടെങ്കിൽ അതിനെ പിടികൂടണമെന്നും ഈ സമാധാനത്തോടു കൂടി ഇവിടെയുള്ള നാട്ടുകാർക്ക് ജീവിക്കാൻ സാധിക്കണമെന്നുള്ള ആവശ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്.